സങ്കീർത്തനത്തിൽ നിന്ന് 3 വാക്യങ്ങൾ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 4-ാം വാക്യവും 6-ാം വാക്യവും 17-ാം വാക്യവും. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം നൽകി. എന്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഈയതി വന്ന് വിളിച്ച് യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചു. അതിന്റെ 6-ാം വാക്യം, ഈയതി വന്ന് വിളിച്ചു യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചു. സുഖിപിതാവേ, നിങ്ങളുടെ ജനത്തിനായി നന്ദി. പരിശുദ്ധാത്മാവേ, നിന്റെ ജനത്തോട് സംസാരിക്കണമേ, അടിയോട് സംസാരിക്കണമേ, നിങ്ങളുടെ ജനത്തോട് സംസാരിക്കണമേ. ഒരാഴ്ച മുഴുവൻ ജീവിക്കാൻ ആവശ്യമാകുന്ന ദൈവവചനം ദയവായി ഞങ്ങൾക്ക് നൽകി തന്ന കൃപയാ ഞങ്ങളെ സഹായിക്കണം. ജനത്തെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 4-ാം വാക്യത്തിൽ, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അതിന്റെ 6-ാം വാക്യത്തിൽ എന്നോടൊന്ന് വായിക്കുക. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. സ്തോത്രം. 17-ാം വാക്യത്തിൽ വീണ്ടും അവിടെ എഴുതിയിരിക്കുന്നത്, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം അബദ്ധത്തിൽ ഒരു കാര്യം ചെയ്യത്തില്ല. ദൈവം ഒരു വചനം തന്നാൽ അതിന്റെ പിന്നിൽ ഒരാളോടെങ്കിലും സംസാരിക്കാൻ. ഒന്നാമത്തെ ആ വാക്യം, 4-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിച്ചു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും അവനെ. ഇതുവരെയുള്ള ജീവിതയാത്രയിൽ പ്രാർത്ഥിച്ച വലിയൊരു ലിസ്റ്റ് നമ്മുടെ മുൻപിലുണ്ടാവും. പ്രാർത്ഥിച്ചതുണ്ട്, ഹൃദയത്തിൽ ആഗ്രഹിച്ചതുണ്ട്, ഹൃദയത്തിൽ പ്രാർത്ഥിച്ചതുണ്ട്, നിലവിളിച്ചതുണ്ടാവും. ഞാൻ ഒന്ന് പറയാം. ഹൃദയത്തിൽ ആഗ്രഹിച്ച പ്രാർത്ഥന, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചതുണ്ടാവാം. ഹൃദയത്തിൽ പ്രാർത്ഥിച്ച വിഷയമുണ്ടാവാം. അതരം തുറന്ന് പ്രാർത്ഥിച്ചതുണ്ടാവാം. നിലവിളിച്ചതുണ്ടാവാം. വിവിധ സാഹചര്യങ്ങളിൽ കൂടെയാണ്, ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നാം ഈ 4 കാര്യങ്ങളും അതത് സാഹചര്യങ്ങളിൽ ചെയ്യാറുള്ളത്. ഇവിടെ ഭക്തൻ പറയുന്നു, ഞാൻ ആഗ്രഹിക്കുകയല്ല, ഞാൻ ഹൃദയത്തിൽ ചോദിക്കുകയല്ല ചെയ്തത്, സാധാരണ പ്രാർത്ഥനയുമല്ല ഞാൻ പ്രാർത്ഥിച്ചത്, എന്റെ നില മറന്ന് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. സ്തോത്രം. ഞാൻ ആരാണെന്നുള്ള നിലവാരം മറന്ന് ഞാൻ ദൈവത്തോട് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സാഹചര്യം വഴിമുട്ടിക്കുമ്പോൾ, ഒരു രക്ഷയുമില്ലെന്ന് പറയുമ്പോൾ, ഇനി യാതൊരു രക്ഷയുമില്ലെന്ന് പറയുമ്പോൾ, അവിടെയാണ് പലപ്പോഴും ഒരു ഭക്തൻ ഹൃദയം മുറുങ്ങി ദൈവത്തോട് നിലവിളിക്കാൻ. പലപ്പോഴും കഥാവിൽ ഈ ഹിസ്കിയാവിന്റെ വരെ നമ്മൾ പഠിക്കുമ്പോൾ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ തിരുവനന്തപുരം യശയാപ്രവചനമൊക്കെയായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഹിസ്കിയ രാജാവ് തന്റെ ആയുസ്സിനെ കുറിച്ച് പ്രവാചകൻ വന്ന് ദൂത് പറഞ്ഞപ്പോൾ, ഗ്രഹകാര്യം ക്രമീകരിച്ചു കൊള്ളുക, നീ മരിച്ചു പോകും നിശ്ചയമെന്നുള്ളതായ ദൈവത്തിന്റെ ആലോചന വന്നു കഴിഞ്ഞപ്പോൾ, അദ്ദേഹം ചുവരിനോട് തന്നെ മുഖം തിരിച്ച് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. മറുപടി എന്താണ് വന്നത്? എങ്ങനെയാണ് വന്നത്? ദൂത് പറഞ്ഞ പ്രവാചകൻ കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ തന്നെ ദൈവം തമ്പുരാൻ അതേ പ്രവാചകനോട് പറഞ്ഞു, നീ മടങ്ങിപ്പോയി എന്റെ ദാസനോട് പറ, ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ അല്ല നിന്റെ ആയുസ്സിനോട് ഞാൻ നീട്ടി തരാൻ പോവുക. അപ്പൊ ഇതിനകത്തു നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? നിലവിളിച്ചാൽ അതിനകത്ത് പ്രതിഫലം നിശ്ചയമായിട്ടുമുണ്ട്. മനുഷ്യന്റെ നിലവിളിയുടെ മുമ്പിൽ
ദൈവത്തെ പിടിച്ചു നിർത്തുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. എന്നാൽ കണ്ണുനീരിന്റെ മുമ്പിൽ സ്വർഗം നിൽക്കും. ദൈവത്തെ പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല. എന്നാൽ കണ്ണുനീരിന്റെ മുമ്പിൽ സ്വർഗം നിൽക്കുമെന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പല സന്ദർഭങ്ങളിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. നിലവിളിയുടെ മുമ്പിൽ സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നടുമുറ്റത്ത് നിന്ന് ദൈവത്തിന്റെ ദാസനൊരു ദൂത് വന്നു. നീ പോയി എന്റെ ദാസനോട് പറ, നിന്റെ ആയുസ്സിനോട് ഞാൻ 15 സന്ദർശനം പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ, അനേക സന്ദർഭങ്ങളിൽ വാവിട്ട് നിലവിളിച്ചതായ, കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് കാറിൽ ഇരുന്നുകൊണ്ട് നിലവിളിച്ച എത്രയോ സന്ദർഭങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ബസ്സിൽ പോകുമ്പോഴോ രാത്രിയുടെ ഉറങ്ങുന്നതിന് മുമ്പോ ആരും കാണാതെ ഒന്ന് നിലവിളിക്കേണ്ടതിന്, ആരും കാണാതെ ഒന്ന് വിങ്ങിക്കരയേണ്ടതിന് ഒരു ഏകാന്തത അന്വേഷിച്ചതായ കാലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിലില്ലേ? ഇത് പകൽക്കാലം ഒരു കാര്യം ചോദിക്കട്ടെ, ആ നിലവിളിയുടെ മുമ്പിൽ എത്ര വേഗം ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്കുക. സ്വർഗത്തിലെ ദൈവം നിലവിളിയുടെ മുമ്പിൽ മാറിപ്പോകുന്ന ദൈവമല്ല. ഇന്നേ നാൾ വരെയുള്ള എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ സാക്ഷ്യമായി ഞാൻ പറഞ്ഞാൽ, പ്രാർത്ഥനയ്ക്ക് മറുപടി അല്പം താമസിച്ചാലും നിലവിളിക്ക് കാലതാമസം ഉണ്ടാകത്തില്ല എന്ന് എന്റെ ജീവിതാനുഭവത്തിൽ കൂടെ ഞാൻ വെളിപ്പെടുത്തുക. പ്രാർത്ഥനയ്ക്കും ആഗ്രഹങ്ങൾക്കും ചിലപ്പോൾ കാലതാമസം വരും, നിലവിളിക്ക് കാലതാമസം ഇല്ലാതെ ദൈവം പ്രവർത്തിക്കുന്നു. ഇവിടെ ഭക്തൻ പറയുന്നു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ. ജീവിതത്തെ അലട്ടുന്ന ഒരു വിഷയം ആരോടും പറയാൻ കഴിയുന്നില്ലെങ്കിലും ഉറങ്ങുമ്പോഴും മയക്കം നമ്മളെ പിടിക്കുമ്പോഴും ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒരു ഭയം അലതട്ടും. എന്താണെന്നറിയാമോ? എന്തായിത്തീരും, എന്തായിത്തീരും, ഇങ്ങനെയാണെങ്കിൽ എന്തായിത്തീരുമെന്നുള്ള ഒരു മറുപടിയും ഇല്ലാത്തതായ ചില വാഗ്ദത്തങ്ങൾ മാത്രം അവശേഷിക്കുന്നതായ ഒരു ജീവിതം ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ കൂടെ എന്നെ കേൾക്കുന്നുണ്ടാവാം. ആകെ ഉള്ളത് ചില വാഗ്ദത്തം മാത്രം, ആകെ ഉള്ളത് ചില വാഗ്ദത്തം. ഇത് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് എന്റെ മെസ്സേജ് മാറ്റി വിടുന്നതിന് കാരണം എനിക്കറിയില്ല, ദൈവത്തിനറിയാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വ്യക്തമായി തെളിവായി ഒരു കാര്യം പറയട്ടെ. ആരാധന വേളയിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരു ആലോചന വീണ്ടും അതൊന്നുകൂടെ ആവർത്തിച്ചോടെ. ചെങ്കടലിന് നടുവിലും ദൈവത്തിനൊരു വഴി. ചെങ്കടൽ ഇതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളും വായിച്ചപ്പോൾ ഏതാണ്ടൊക്കെ ഒന്ന് ഗ്രഹിച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു കാര്യം ഇതിൽ കൂടെ മനസ്സിലാകുന്നു. ചെങ്കടലിന് നടുവ്, അതിനകത്ത് തമ്പുരാനൊരു വഴിയുണ്ടെങ്കിൽ 25 ലക്ഷം ജനങ്ങളെ അതിനകത്തൂടെ കടത്തി അക്കരെ കൊണ്ടുപോയാൽ, ജാതി ജനങ്ങൾക്ക് അത് കടക്കുവാൻ നോക്കിയിട്ട് നടക്കാതെ പോയാൽ, യേശുവിനെ വീണ്ടെടുപ്പുകാരനായി, യേശുവിനെ രാജാവായി, രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിച്ചൊരു ദൈവവൈതലിന് മുമ്പിൽ തുറക്കപ്പെടുന്ന ഒരു വാതിൽ നിനക്ക് വേണ്ടി മാത്രമുള്ള വാതിൽ. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല ഭയങ്ങളിൽ അവനെ വിടുവിച്ചു. അവന്റെ സകല ഭയങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. യാക്കോബിന്റെ ഭയം അവന്റെ സഹോദരൻ അവനെ കൊന്നുകളയുമോ എന്നായിരുന്നു. പക്ഷേ യാബോക്കിന്റെ ആ കടവിൽ വെച്ച് അവൻ ദൈവത്തോട് മല്ലു പിടിച്ചു. ഒരു ചോദ്യം, കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണം. നീ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നീ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നിന്റെ പിതാവായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവമാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് യാക്കോബിനോട് പറഞ്ഞൊരു വാഗ്ദത്തം അവനെ ചോദിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നിലവിളിക്കുന്ന ദൈവമില്ലേ? വേറെ ഒന്നും കാണാനില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ, വാഗ്ദത്തം. അത് മതി നിനക്ക്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ,
വാഗ്ദത്തം മാത്രമേ ഉള്ളൂ. പേടിക്കണ്ട, അതാണ് ബലം. പുളിങ്കൊമ്പ് പോലെ നമ്മൾ നാട്ടിൽ പറയാറുണ്ട്, പിടിച്ചത് പുളിങ്കൊമ്പിനെയാണ് പറയാറില്ലേ? ഇതുപോലെ വേറെ ഒന്നുമില്ല. ഇത് കർത്താവ് വാഗ്ദത്തം തന്ന ആ വാഗ്ദത്തം പോലെ ബലവത്തായതും സ്ഥിരമായതും ഉറപ്പുള്ളതുമായ മറ്റൊരു വാക്കും ഭൂമിയിൽ നിന്ന് നമുക്ക് പ്രാപിക്കാനില്ല. അത് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം പരാജയമേ സംഭവിച്ചിട്ടുള്ളൂ. എന്നാൽ യേശു പറഞ്ഞ വാക്ക് അതങ്ങനെ തന്നെ നടന്നിരിക്കും. 33-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, അതിന്റെ 9-ാം വാക്യം. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സാധ്യമായി. സ്തോത്രം. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. ഒന്ന് വിശ്വസിക്കാമോ? ആ വാഗ്ദത്തം തന്ന ആരാ? നിലവിളിക്കുമ്പം ഓർത്തോണം, വേറെ ഒന്നുമില്ല പിടിക്കാൻ, ഒന്നേ ഉള്ളൂ, വാഗ്ദത്തം. പക്ഷെ ഈ വാഗ്ദത്തം ഇവിടെ നോക്കിയേ, അരുളി ചെയ്തവൻ ദൈവമായതുകൊണ്ട് അവൻ അരുളി ചെയ്തത് അങ്ങനെ തന്നെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. നിലവിളിക്കുന്ന ദൈവവൈദ്യരെ പേടിക്കണ്ട, ഉടയവൻ കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടണ്ട. യേശു തമ്പുരാൻ കൂടെ ഉള്ളിടത്തോളം പേടിക്കണ്ട. അവൻ വാക്കു പറഞ്ഞത് അങ്ങനെ തന്നെ നടത്തി തരാൻ മതിയാകണം. വെള്ളവും കാണുകയില്ല, മഴയും കാണത്തില്ല, കാറ്റും കാണത്തില്ല, ഇടിയും കാണത്തില്ല, കൊല്ലിയാനും കാണത്തില്ല. കുഴിച്ച കുഴിയിൽ വെള്ളം കൊണ്ട് നിറയുമെന്ന് വചനത്തിൽ കൂടെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് അതങ്ങനെ തന്നെ ഭക്തന്മാർക്ക് കൊടുത്തു. മഴയുമില്ല, വെള്ളമില്ല, കാറ്റുമില്ല, ഇടിയുമില്ല, കൊള്ളിയാനില്ല, ഒന്നുമില്ല, കാർമേഘവുമില്ല, ഒന്നുമില്ല. പക്ഷെ സ്വർഗം പറഞ്ഞത് അങ്ങനെ തന്നെ കൊടുത്തു. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊന്ന് പറഞ്ഞെന്ന് ഉറപ്പിച്ചോടെ. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ചെറിയ വാഗ്ദത്തവും വലിയ വാഗ്ദത്തവും തമ്പുരാൻ പറഞ്ഞത് പിടിച്ചു നിന്നോ? തളർന്നു പോകാൻ ദൈവം അറിയില്ല. നമ്മൾ ബൈബിൾ ഒന്ന് മറിച്ചു നോക്കുകയാണെങ്കിൽ പല സമയങ്ങളിലായി നമുക്ക് ദൈവമായ വാഗ്ദത്തങ്ങൾ ഡേറ്റ് ഇട്ട് ചിലർ വെച്ചിട്ടുണ്ട്, അല്ലേ? നോക്കി, ഈ ചെറിയ വിഷയങ്ങൾ നമുക്ക് തോന്നിയാലും നമ്മുടേതായ വിഷയങ്ങളിൽ ദൈവം ചില കാലഘട്ടങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അത് ദൈവമാണ് തന്നത് കൊണ്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അവൻ അരുളി ചെയ്തു, അങ്ങനെ സ്ഥാപിതമായി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ, നിലവിളിക്കുന്ന ദൈവവൈദ്യരെ, കഷ്ടതയുടെ സന്ദർഭം വരുമ്പോൾ ദൈവത്തിൽ ഇരുന്ന് വചനത്തിൽ നിന്ന് ഒരു വാക്യം എടുത്തു. ഞാനത് പറയട്ടെ, പ്രവാചകന്മാരെ ഒന്നും വിളിക്കേണ്ട. പ്രവാചകന്മാരുടെ കാര്യം ഞങ്ങൾ പറഞ്ഞോട്ടെ. പ്രവചനം എനിക്ക് ഇഷ്ടമാ, കേൾക്കുന്നത് ഇഷ്ടമാ, ഞാൻ ഒന്നും എനിക്ക് സങ്കടമില്ല, എനിക്ക് സന്തോഷം തന്നെ ഉള്ളൂ. പക്ഷേ പ്രവചനം മാറിപ്പോയാലും ഇതിൽ കൂടെ എന്നോട് സംസാരിക്കുന്ന വചനം മാറിപ്പോകത്തില്ല. 10 പ്രവാചകന്മാരും നിരന്നിരുന്ന് ഒരു കാര്യം തന്നെ പറഞ്ഞാലും എന്റെ കർത്താവ് എന്നോട് അതിന് യോജിക്കാത്തതെന്ന് പറഞ്ഞാൽ അതായിരിക്കും എന്നോടുള്ള കർത്താവിന്റെ ആലോചന. ഞാൻ അത് മുറുകെ പിടിച്ചാൽ ഭൂമി മുഴുവൻ, കുടുംബം മുഴുവൻ, ആരെല്ലാം വിരോധമായി എഴുന്നേറ്റാലും ഭയപ്പെടേണ്ട. കാരണം എന്നറിയോ? യേശു പറഞ്ഞു, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല, ഞാൻ നിന്റെ അടുക്കൽ വരും, ഞാൻ നിന്റെ കണ്ണുനീര് തുടയ്ക്കും, ഞാൻ നിന്റെ വേദന അറിയുന്ന ദൈവമാണ്. ഞാൻ നിന്റെ വേദന അറിയുന്ന ദൈവമാണ്. ഞാൻ അതോട് പറഞ്ഞോട്ടെ, വാഗ്ദത്തം മാത്രമല്ലാതെ വേറെ ഒന്നും മുന്നിൽ ഇനിയില്ല. ദൈവം പറഞ്ഞ വാക്കല്ലാതെ ഇനി ഒന്നും മുന്നിലില്ല. പക്ഷെ പേടിക്കണ്ട, അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അവൻ അരുളി ചെയ്തു, അങ്ങനെ തന്നെയായി. നമ്മോട് പറഞ്ഞത് അതങ്ങനെ തന്നെയാണ്. നമ്മോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. യോസേഫേ, നിന്നെ പൊത്തിപ്പോകുന്ന വീട്ടിൽ കൊണ്ടുപോകാൻ നീ പൊട്ടക്കിണറ്റിൽ വീണേ പറ്റത്തുള്ളൂ. രാജകൊട്ടാരത്തിൽ പോകണമെങ്കിൽ അടുത്ത വഴിയിലേക്ക് നീ പോയേ പറ്റത്തുള്ളൂ.
നമ്മോട് പരിശുദ്ധാത്മാവ് പലപ്പോഴും നമ്മെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് നമ്മെ വഴി നടത്തുമ്പോൾ ഓർത്തോണം, കർത്താവ് അങ്ങനെ തന്നെ കൂടെയിരിക്കും. ഒരിക്കലും അവൻ കൈവിടത്തില്ല, അവൻ ഉപേക്ഷിക്കത്തില്ല. രണ്ടാമത്തെ വിഷയത്തിൽ അവിടെ വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നേ, എന്റെ സകല ആദ്യത്തെ എങ്ങനെയായിരുന്നു, അവന് സകല ഭയങ്ങളിൽ നിന്നും അല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഉറപ്പിന് വേണ്ടിയാണ് പറയുന്നത്. നമ്മുടെ കൂടെ ആരാധിച്ചിരുന്നതായ കപിലിനെ ജോസിനെ അറിയാമല്ലോ. അവരോട് ഇവിടെ ആയിരുന്നതായ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നിങ്ങളിവിടെ ഉറപ്പിക്കും. പലരിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞൊരു വിഷയമാണ്, നിങ്ങളിവിടെ ഉറപ്പിക്കും. അവരോട് തന്നെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും, ദൈവയുടെ ഉറപ്പിക്കും. പക്ഷേ അവർ നാട്ടിൽ തിരികെ പോകേണ്ടി വന്നതുകൊണ്ട് വാക്തത്വം മുടങ്ങിയോ? ദൈവത്തിന് അവരെ ഇവിടെ തിരിച്ചുവിടാൻ പറ്റത്തില്ലേ? പക്ഷെ നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയാമോ? ദൈവം നടത്തുന്ന വഴികൾ തിരിച്ചറിയാൻ പറ്റാത്ത വിഷയം. തമ്പുരാൻ പറഞ്ഞു, ഇവ കവിലെന്നുള്ളതല്ല, എൻ്റെ നമ്മുടെ ആരുടെ എന്തെങ്കിലും ഒരു വിഷയം അത് മനസ്സിൽ വന്നതുകൊണ്ടത് പറയുക. നമ്മളോട് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നടക്കും. എന്നാൽ അതിനു മുമ്പ് ചേരെ തമ്പുരാന്റെ വഴികളുണ്ട്. യോസേഫിനോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ഉന്നത നിലവാരത്തിൽ കൊണ്ടുവരും. എന്നാൽ ഉന്നത നിലവാരത്തിൽ യോസേഫ് നീ എത്തുന്നതിന് മുമ്പ് നിനക്കൊരു പൊട്ടക്കിണറുണ്ടെന്നുള്ളത് ഓർക്കുക. സഹോദരന്മാർ നിന്നെ തള്ളിക്കളയുന്ന ഒരു അനുഭവം നിനക്കൊണ്ടെന്ന് ഓർക്കുക. നിന്നെ വിറ്റ് കളയുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് ഓർക്കുക. പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ നീ മനസ്സാവാചക കർമ്മ അറിയാത്ത വിഷയത്തിന് നീ പീഡിപ്പിക്കുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ എല്ലാവരുടെയും ഇല്ല, ചിലരുടെ ജീവിതത്തിൽ കടന്നു പോയി ഒക്കത്തുള്ളതെന്ന് ഓർക്കുക. എന്നാൽ ദൈവത്തിന്റെ വാക്കിന് മാറ്റമില്ലതാണ്. പൊട്ടക്കിണർ ജീവിതത്തിൽ വന്നതുകൊണ്ട് വാക്തത്വം തീർന്നു പോയിട്ടില്ല. പൊത്തിപ്പേറിന്റെ വീട്ടിൽ വെച്ച് ഒറ്റപ്പെട്ടത് കൊണ്ടും പൊത്തിപ്പേറിന്റെ വീട്ടിൽ വെച്ച് അടി മേടിച്ചത് കൊണ്ടും കുറ്റപ്പെടുത്തപ്പെടുന്നത് കൊണ്ടും വാക്തത്വം തീർന്നു പോയിട്ടില്ല. ശാന്തമായി ഇത് ഉള്ളിലേക്ക് ചെല്ലട്ടെ, വളരെ ശാന്തമായി നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലട്ടെ. നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ അതങ്ങനെ തന്നെ അങ്ങ് നടക്കണമെന്ന അല്ല, അത് നടക്കും. എന്നാൽ ദൈവത്തിന് അതിന് പിമ്പിൽ നമ്മെ പണിഞ്ഞെടുക്കാൻ വേറെ ചില പ്ലാനുകൾ കാണും. രാജകൊട്ടാരത്തിൽ ഫറവോന്റെ അടുത്ത സ്ഥാനത്ത് യോസേഫെ നീ വന്ന് നിൽക്കണമെങ്കിൽ അനേക കഷ്ടപ്പാടുകളിൽ കൂടെ ദുരിതങ്ങളിൽ കൂടെ നിന്നെ ഒന്ന് മെനഞ്ഞെടുക്കേണ്ടതുണ്ട്. എന്നെ പരിശുദ്ധാത്മാവിലാണ് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് തന്നതാണെന്ന് വ്യക്തമായ ബോധ്യത്തോടെ ഞാൻ എന്തെങ്കിലും വിളിച്ച് പറയത്തില്ല. രാജകൊട്ടാരത്തിൽ ഫറവോന്റെ അടുത്തതായിട്ട് പോയി നിൽക്കാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ കഷ്ടതയെ കുറിച്ച് ഒരു വാക്കുപോലും തമ്പുരാൻ പറഞ്ഞില്ല. കഷ്ടത ഈ വാക്തത്വത്തിന്റെ അകത്ത് കിടക്കുന്ന വിഷയമാണ്. അത് സഹിച്ച് ധൈര്യത്തോടെ ഉറപ്പോടെ നിൽക്കാൻ കഴിഞ്ഞാൽ പ്രതിഫലം നിശ്ചയം. വാക്തത്വം കാണുക തന്നെ ചെയ്യും, വാക്തത്വം പ്രാപിക്കുക തന്നെ ചെയ്യും. നമ്മെ പണിഞ്ഞെടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വലിയൊരു പ്ലാനാണ്. നമ്മെ പണിഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ വലിയ, നമ്മളെ കൊണ്ട് കൊട്ടാരത്തിൽ കസേരയെ കൊണ്ട് ഇരുത്തിയിട്ട് തമ്പുരാൻ ഒന്നും സാധിക്കാനില്ല. പക്ഷേ നമ്മെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മെ ഒന്ന് മോൾഡ് ചെയ്തൊരുക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് വലിയ വിഷയമാണ്. നമ്മെ കസേരയിൽ കൊണ്ട് ഇരുത്തുക എന്ന് പറയുന്നത്, നമ്മളെ രാജകൊട്ടാരത്തിൽ ഫറവോന്റെ അടുത്ത സ്ഥാനത്ത് കൊണ്ട് ഇരുത്തുക എന്ന് പറയുന്നത് ലോകത്ത് മാനുഷിക രീതിയിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ മാന്യതയാണ്. പക്ഷെ ആ മാന്യതയേക്കാൾ എന്റെ കർത്താവിന്റെ മാന്യത ഏതാണെന്നറിയാമോ?
ഉള്ളം തുറന്ന് യേശുവിനെ സ്നേഹിക്കുന്ന ഒരു നല്ല ഹൃദയമാണ്. ഇതിന് ഈ ഒരു നല്ല ഹൃദയം പ്രാപിക്കണമെങ്കിൽ ആദ്യം വാഗ്ദത്തത്തെ കുറിച്ച് കാണിച്ചാലേ പറ്റത്തുള്ളൂ. ഈ വാഗ്ദത്തം പ്രാപിച്ചു കഴിയുമ്പോൾ ഇതിനു വേണ്ടി ആയുമ്പോൾ അല്പസ്വല്പമായി കഷ്ടതയുടെ പാതയിൽ കൂടെ ദൈവം നമ്മളെ നടത്തും. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നമ്മളെ നിരാശപ്പെടുത്തി കളയാനും മുടിച്ചു കളയാനും കൊന്നുകളയാനും അല്ല. പൊട്ടക്കിണത്തിൽ വീഴ്ത്തി എന്നുവെന്നും അതിനകത്ത് കൊന്നുകളയാനും അല്ല. അതിനകത്തുനിന്ന് പൊക്കിയെടുക്കാൻ ദൈവത്തിന് വലിയ പ്ലാൻ. പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തമായി തെളിവായി സംസാരിക്കുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. ഇതിനെ പഴിഞ്ഞെടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വലിയൊരു പ്ലാൻ. കഷ്ടതയില്ലാത്ത ക്രിസ്തീയ ജീവിതം ഇല്ല കൂടെ പറപ്പേ. കഷ്ടതയില്ലാത്ത ക്രിസ്തീയ ജീവിതം ഇല്ലേ ഇല്ല. താങ്കളുടെ ജീവിതത്തിൽ ഒരു സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തി നടക്കണമെങ്കിൽ ആ വാഗ്ദത്തം, ഭൂമിയിലുള്ള ചില വാഗ്ദത്തം നമ്മുടെ കയ്യിൽ തരുന്നതിന് മുൻപ്, അത് പ്രാപിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ കഷ്ടതയിൽ കൂടെ നടത്തപ്പെട്ട് നമ്മെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കണമെന്നുള്ള ദൈവത്തിന്റെ വലിയ പ്ലാൻ. ഹല്ലേലൂയ. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു. അവന്റെ സകല കഷ്ടത്തിൽ നിന്നും, അവന്റെ സകല ഭയത്തിൽ നിന്നും അവനെ വിടുവിച്ചു. ഇങ്ങനെ ചിന്തിക്കണം. ഞാൻ ചിന്തിക്കുന്ന ഇങ്ങനെ, എന്നെ ധൈര്യപ്പെടുത്താൻ വേണ്ടി എന്റെ ആശയമാണ്. എനിക്ക് എന്നാ സംഭവിച്ചത്? ഞാൻ കണ്ണാടി നോക്കേണ്ടിയിരിക്കും. എനിക്ക് നിനക്ക് എന്നാ സംഭവിച്ചത്? ഞാൻ എന്നോട് ചോദിക്കുന്ന കണ്ണാടി നോക്കിയിട്ട് ഞാൻ സംസാരിക്കും. അതിനെന്നാ നിനക്ക് എന്നാ പറ്റി? നിനക്കൊന്ന് കുറവാണോ? ഒരു ഉദാഹരണം, ഇപ്പൊ നാളെ ഒരു പ്രശ്നമുണ്ട്, അതിനെ ഫേസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇപ്പൊ സാമ്പത്തികമാണ് പ്രശ്നം എന്നിരിക്കട്ടെ, അതല്ല സാമ്പത്തികമാണ് പ്രശ്നം എന്നിരിക്കട്ടെ, ഉടനെ ഞാൻ കണ്ണാടി നോക്കി ചോദിക്കും. പലപ്പോഴും സംഭവിച്ചുള്ള കാര്യമാണ്. അതിനെന്നാ നമ്മളോട് ക്രൂരമായിട്ട് സംസാരിക്കും. അതിനെന്നാ പ്രശ്നം? 1000 പൗണ്ടോ 10,000 പൗണ്ടോ കുറഞ്ഞു പോയി എന്നാ കുഴപ്പമില്ല? ലോകം പിടിച്ചു പോകണോ? നീ എന്തിനാ തല്ലുകൊല്ലാൻ വരുന്നോ? 10,000 പൗണ്ട് കുറഞ്ഞു പോയി എന്നാ പ്രശ്നമല്ല, എന്തിനാണ് തല്ലുകൊല്ലുന്നോ? കടഭാരം വരുന്നു, അതിനെന്നാ? കാലത്തിന് വേദന, അതിനെന്നാ? നടുവിന് വേദന, അതിനെന്നാ? നിനക്കെന്നാ പ്രശ്നമല്ല? ഇത് നിന്നെ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ അകറ്റി കളയുമോ? തന്നെത്താനെ ചോദിക്കും. രണ്ട് ചോദ്യം, രണ്ട് ചാമട്ടും ഒക്കെ ചവിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ബലമാണ്. നേരത്തിട്ട് രണ്ട് ചാവിട്ട് തന്നെത്താൻ ഒന്ന് ചിന്തിച്ചു നോക്കി, തന്നെത്താൻ ചിലപ്പോൾ ധൈര്യപ്പെടുത്തണം. ഭക്തൻ ഒരു ചോദ്യം ദൈവത്തെ പറയാ, എന്റെ ഉള്ളവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത്. ആരോടാ ചോദിച്ചത്? ദൈവത്തോടാണോ? ആരോടാ? തന്നെത്താനാ ചോദിച്ചത് ഇല്ലയോ? എന്റെ ഉള്ളവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത്. ഞാൻ എന്നോടാ ചോദിക്കുന്നേ, നീ എന്തിനാ വിഷാദിച്ച് ഞരങ്ങുന്നേ? നീ എന്തിനാ വിഷാദിച്ച് ഞരങ്ങുന്നേ? എന്നിട്ട് എന്നാ പറയുന്നേ? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ആരോടാ പറഞ്ഞേ? നാട്ടുകാരോടാ പറഞ്ഞേ? ഞാൻ എന്നോടാ പറയുന്നേ. എന്നാ? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കേ. അടുത്തത്, അവന്റെ മുഖപ്രകാശ രക്ഷയും എന്ന ദൈവവുമാകുന്നു. കഷ്ടതയുടെ നടുവിൽ കണ്ണാടി നോക്കിക്കൊണ്ട് പറ, എന്റെ ദൈവത്തിനെ കൈവിടത്തില്ലെന്ന് പറ. ഞാൻ സേവിക്കാൻ ഇറങ്ങി എന്റെ കർത്താവിനെ കൈവിടത്തില്ലെന്ന് കണ്ണാടി നോക്കിക്കൊണ്ട് തന്നെത്താനെന്ന് പറ. എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ നനയുന്നതെന്ത്? നിനക്ക് എന്താ സംഭവിച്ച്? എന്റെ കർത്താവിനെ നിന്നോട് പറഞ്ഞത് നിന്നോട് കൂടിയിരിക്കാമെന്ന്, നിന്നോട് കൂടെയുള്ളവൻ വലിയവനാണെന്ന് 10 വാക്യങ്ങൾ നിന്റെ മുഖത്തോട് നോക്കി നമ്മൾ തന്നെ പറയാം. അവൾ ബലപ്പെടും. ഭൂമിയിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നവർ ആശ്വാസത്തിന്റെ കൂടെ വന്നില്ലെന്ന് വരും. പലപ്പോഴും പ്രതീക്ഷിക്കുന്നവർ പ്രതീക്ഷയുടെ വാക്കുകൾ ഇല്ലാതെ പോയിരിക്കും. അവിടെയാണ് ഭക്തൻ തന്നെത്താൻ ആശ്വസിപ്പിക്കുന്നത്. എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്താ? തന്നെത്താൻ ഉള്ളിലോട്ട് പറഞ്ഞു. നിനക്ക് എന്താ പറ്റിയേ? നിനക്ക് എന്താ സംഭവിച്ചത്? ലോകം വെടിഞ്ഞു വീണോ എന്ന് ചോദിക്കും. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പറയുന്നത് ഒന്നും നടക്കത്തില്ല,
സ്തോത്രം. കുളപ്പുറപ്പേരെ സ്നേഹത്തോടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നടക്കും, അത് വർക്ക് ചെയ്യും, അത് നടക്കും. എന്നെ സഹായിച്ച സ്വർഗത്തെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. സ്തോത്രം. Praise the Lord. ഒന്നുമില്ലാതെ ഞരങ്ങിയ സംഭവങ്ങൾ ജീവിതത്തിലുണ്ട്. ഒന്നുമില്ലാതെ ഞരങ്ങിയ ഒരു ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ 10 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ കാശില്ലാതെ ഞരങ്ങിയ ഏകാന്തത കാലഘട്ടം എനിക്കുണ്ട്. ഒരു കോള ഇപ്പോഴത്തെ കാലഘട്ടമല്ല പറയുന്നത്. ഒരു കോള ടിൻ മേടിച്ച് കഴിഞ്ഞ് കുടിക്കാൻ 30 വയസ്സുള്ള ആൽഡിയിൽ ഒരു കോള ടിന്നിന് 89, 90 അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് പോയി 94കളിലൊക്കെ ഒരു 30 വയസ്സായി ഒരു ടിൻ മേടിച്ച് വെള്ളം കുടിക്കാൻ കാശില്ലാതെ കഷ്ടപ്പെട്ട കാലങ്ങളുണ്ട്. വണ്ടിക്കകത്ത് നിലവിളിച്ചിട്ടുണ്ട്, കർത്താവേ ഈ അനുഭവത്തിനൊരു വ്യത്യാസമില്ല. സ്വർഗം മാനിച്ചു. അനുഭവത്തിൽ കൂടെ പറയുന്നേ സ്വർഗം മാനിച്ചു. ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. വെറുതെ ഒന്ന് പറയാം. നാളത്തേന് 10 ലക്ഷമോ 14 ഒന്നും എടുക്കാനില്ലെങ്കിലും ഇന്ന് സമൃദ്ധിയായി ദൈവം നടത്തും. ധൈര്യമായിട്ട് നിൽക്കുന്ന ആരെന്നാ ചെയ്യാനാണ്? ഈ പ്രശ്നം നമ്മൾ എന്നാ ചെയ്യാനാ? ഒന്നും ചെയ്യത്തില്ല. ധൈര്യമായിട്ട് നിൽക്കുക, ധൈര്യമായിട്ട് നിൽക്കുന്ന ഒന്നും നമ്മളെ കുലുക്കത്തില്ല. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു പിശാചിനും ഒരു മാളനും ഒരു കൂടനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു രക്തരക്ഷത്തിനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ തലമുറകളെ തൊടാൻ അന്ധകാര ശക്തിക്ക് കഴിയത്തില്ല. ദൈവകൃപയിൽ മറയപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങളുടെ സാക്ഷ്യത്തിനായി നിങ്ങൾ ധൈര്യപ്പെടാൻ വേണ്ടി പറയാം. ഒരിക്കലും ഭൂതമുളകി വിട്ടു പോകുന്ന ചോദിച്ചാൽ നമ്മുടെ ശിശുക്കളൊരാൾ പറഞ്ഞു കേട്ടാ. ചോദിച്ചു വിട്ടു പോകുന്ന ചോദിച്ചു, പോയേക്കാന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു നിന്റെ കൊച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ടാന്ന് പറഞ്ഞു. വിട്ടുപോകാം, പക്ഷേ നിന്റെ കൊച്ചിനെ ഞാൻ എടുക്കൂടാന്ന് പറഞ്ഞു. കർത്താവിനോട് കൈ കൊടുത്തു, കർത്താവ് എന്റെ കുഞ്ഞായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ രക്തം കൊണ്ടൊന്ന് മൂടി മറയ്ക്കണമേ. അടുത്ത വാക്ക് പിശാച്, അയ്യോ എനിക്ക് അവനെ കാണാൻ കഴിയുന്നില്ലേ, എനിക്ക് അവനെ കാണാൻ പറ്റുന്നില്ലേ, എനിക്ക് അവനെ കാണാൻ പറ്റത്തില്ലേ, അത് മറഞ്ഞുപോയേ, എന്റെ കണ്ണിനവനില്ലേ, എന്റെ കണ്ണ് കാണുന്നില്ല. പിശാച് വിട്ടോ. അത് മനസ്സിലാകുന്നുണ്ടോ? ആ നിമിഷത്തിൽ ഇത് കേട്ടറിയോ അദ്ദേഹത്തിൽ ആ വാക്കിൽ കൂടി എനിക്കൊരു കാര്യം മനസ്സിലായി. ആ ഭക്തൻ കരമുയർത്തി തമ്പുരാനോട് പറഞ്ഞു, എന്റെ അപ്പച്ച ഞാൻ ഈ ശുശ്രൂഷ ചെയ്യാൻ ഇവിടെ നിൽക്കുമ്പോ എന്റെ കുഞ്ഞവിടെ തന്നെയാ, രക്തം കൊണ്ട് മറയ്ക്കണത് പറഞ്ഞപ്പോ ആ കർത്താവിന്റെ രക്തം ആ കുഞ്ഞിനെ മറയ്ക്കാൻ പ്രസാദം തോന്നി എന്റെ കർത്താവ്. ഭക്തന്മാർ നിലവിളിച്ചു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ദൈവം. അതിന് താഴേക്ക് പോന്നേ 17 വാക്യങ്ങളൊന്ന് വായിച്ചേ. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അനുഗ്രഹിച്ചു. സ്തോത്രം. 3-ാമത്തെ വാക്യമാണ്. അതിന്റെ താഴത്തേക്ക് എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം എഴുതിയെങ്കിൽ ഹൃദയം നുറുങ്ങിയവർക്ക് മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് അനുഭവത്തിൽ കൂടെ കടന്നുപോയ ദൈവം പറയുക, 1-ാം വാക്യത്തിൽ വന്നപ്പോൾ പറയുക, എന്റെ ജീവിത അനുഭവം ഇതാ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ യഹോവയെ എല്ലാ കാലത്തും അവന്റെ സ്തുതി എപ്പോഴും എന്നെ അവൻ മേലിരിക്കും. അവന്റെ സ്തുതി എപ്പോഴും അവൻ മേലിരിക്കും. പറഞ്ഞ് ഒന്നുകൂടെ അന്ന് പറഞ്ഞ് ഉറപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. നിങ്ങളെ കുറിച്ചുള്ള വാഗ്ദത്തം ദൈവം അവർ നടത്തി തരും.
ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി. ദൈവം നമുക്ക് തരും. ദൈവത്തിന് പ്രസാദമില്ലാത്ത ഒന്നും ചെയ്യില്ല. ദൈവത്തിന് പ്രസാദമില്ലാത്ത ഒരു വഴിയിൽ നിൽക്കില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഇന്നുള്ള പ്രതികൂലങ്ങളോ സങ്കടങ്ങളോ ദുരിതങ്ങളോ ഒന്നും കണ്ട് പേടിക്കേണ്ട. കർത്താവാണ് കൂടെ ഉള്ളത്. കർത്താവ് കാര്യം പിടിച്ചു നടത്തും. ഇത് നോക്കി, ഇത് നമ്മുടെ ജീവിതത്തിലെ വഴികളാണെന്ന് ഇരിക്കട്ടെ. ഇവിടെ കുഴിയുണ്ട്, നമ്മൾ അറിയുന്നില്ല. പോവുക. അടുത്ത സ്റ്റെപ്പ് കുഴിയിലോട്ടാ കാല് വെക്കുന്നതിരിക്കട്ടെ. നമ്മളറിയാതെ കാലെടുത്ത് വെക്കുമ്പോൾ തമ്പുരാന്റെ കൈ ഇവിടെ വരും. ഞാനത് പറയാം. നമ്മളറിയാതെ തിടുക്കത്തിലൊക്കെ നടക്കുക. ജീവിതയാത്ര അറിയാതെ പോവുക. പെട്ടെന്ന് ഇവിടെ കുഴിയുണ്ട്, നമ്മൾ അറിയുന്നില്ല. നമ്മളറിയാതെ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് പാപം ചവിട്ടാൻ തമ്പുരാന്റെ കൈയോടെ പോകുന്നത്. ധൈര്യമുണ്ട്. പരിശുദ്ധാത്മാവിൽ വലിയ ആഴമായ വിഷയങ്ങളൊന്നും സംസാരിച്ചില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തോടുള്ള വിഷയത്തിൽ ഞാൻ ഉറപ്പ് തരാം. എന്റെ കർത്താവ് അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല. അറിയാതെ നിങ്ങൾക്കൊരു തോൽവി വരത്തില്ല. യേശു അറിയാതെ നിങ്ങൾക്കൊരു പരാജയം വരത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാരപ്പെടേണ്ട. കർത്താവിന്റെ രക്തത്തിൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് അന്ന് മുതൽ ഈ ഒരു മർമ്മം തിരിച്ചറിഞ്ഞു. പരിശുദ്ധാത്മാവിൽ ഒരു മർമ്മം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കർത്താവ് തന്റെ രക്തം കൊണ്ട് മറയ്ക്കുക. വിശാലി പറയുക, നിലവിളിക്ക് അവിടെ കിടന്നുണ്ട്. എന്താ പറയുമോ? എനിക്ക് കാണാൻ പറ്റുന്നില്ലേ, എനിക്കിനി അവനെ തൊടാൻ പറ്റത്തില്ലേ, എനിക്കിനി അടുത്തുപോലും ചെല്ലാൻ പറ്റത്തില്ലേ, അവൻ എന്ത് ചെയ്തു പോലും എനിക്ക് കാണത്തില്ലേ. കാരണം എന്താ പറയുമോ? ഉടയവന്റെ രക്തം കൊണ്ട് കുഞ്ഞു മറയ്ക്കപ്പെടും. വാഹനം ഓടിക്കുമ്പം, യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ വരുമ്പം, നമ്മൾ തന്നെ പോകുമ്പോൾ വരുമ്പം കർത്താവിനോട് കർത്താവിൽ നിന്റെ രക്തം കൊണ്ട് ഞാൻ മറയ്ക്കണമേ. ഒന്നും വരത്തില്ല. തമ്പുരാൻ അതിശയകരമായി വഴി നടത്തും. ദൈവസന്നിധി പ്രാർത്ഥന Yeah.